ഈ കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡ് അവർ നടപ്പിലാക്കുന്നതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കിയ ഗവൺമെൻറ് നടപടി വീണ്ടും BJPയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരായിട്ട് കേരളം മാറിയതിന് തെളിവാണ്. നമ്മൾ PM ശ്രീ പദ്ധതിയിൽ അത് കണ്ടു. കേന്ദ്രത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കേരള സർക്കാർ, പ്രത്യേകിച്ച് CPM നേതാക്കൾ. PM ശ്രീ വിവാദമായി, CPI ഇടപെട്ടു, രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇടപെട്ടു. അപ്പോൾ കത്തയക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴും അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരു വിവരവും ആർക്കുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഇച്ഛക്കനുസരിച്ചാണ് PM ശ്രീയിൽ സർക്കാർ പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ ലേബർ കോഡ് നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന, തൊഴിൽ സമൂഹമാകമാനം, ഇതിന് CITUവും AITUC അടക്കമുള്ള സംഘടനകൾ എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ ലേബർ കോഡ്. കേന്ദ്ര ഗവൺമെൻറ് ആ ലേബർ കോഡ് ഉണ്ടാക്കുമ്പോൾ ദേശവ്യാപകമായിട്ട് പ്രക്ഷോഭം നടത്താൻ ഈ സംഘടനകൾ ചിന്തിക്കുന്നതിനിടയിലാണ് കേരളത്തിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത്. എന്താണ് CPMൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ? അവർ തൊഴിലാളി പാർട്ടി എന്നുള്ള അത് മടക്കി വെച്ചോ? ഇതവർ വ്യക്തമാക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് BJPയോട് വിധേയത്വം കാണിക്കുന്ന ഒരു സർക്കാരായിട്ട് കേരള സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ശബരിമലയിലെ വിഷയം, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മുൻ ദേവസ്വം പ്രസിഡന്റ് മൊഴി അനുസരിച്ച് മുൻ മന്ത്രിയുടെ പേര് സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ശബരിമല വിഷയത്തിൽ ആരെയാണ് സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? SITയുടെ അന്വേഷണം കുറച്ചുകൂടി ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ഭഗവാന്റെ സ്വർണം കട്ടവരാരായാലും കേരളം വളരെ വേദനയോടെ, സങ്കടത്തോടെ, പ്രയാസത്തോടെ കണ്ടൊരു നിമിഷമാണത്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ട് അതിലെല്ലാം വളരെ സുഖമായിട്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വിശ്വാസ ലോകത്തിനാകമാനം അത് പ്രയാസമുണ്ടാക്കുന്നതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള സ്വർണ്ണപ്പാളിയും അതുപോലെ കട്ടളിയും ഒക്കെ തന്നെ മദ്രാസിൽ കൊണ്ടുപോയി വിറ്റ് തുലച്ച് വെച്ചിരിക്കുന്ന സാഹചര്യം വിശ്വാസികളെ വേദനിപ്പിക്കുന്നതാണ്. മനസ്സിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ്. അതിൽ കുറച്ച് നടപടി ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടന്നു. ഹൈക്കോടതിക്ക് അക്കാര്യത്തിൽ ഹൈക്കോടതി പൂർണ്ണമായിട്ടും അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ മുൻകൈ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ പ്രതികളെല്ലാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും സ്വർണം ചെമ്പാക്കുന്ന പ്രക്രിയയായിട്ടും ശബരിമലയിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. അത് ഹൈക്കോടതിയാണ് ആ നടപടി സ്വീകരിച്ചത്. പക്ഷെ ഇപ്പോഴും പലരും പുറത്താണ്. ദൈവതുല്യരായിട്ടുള്ള പലരും ഉണ്ടെന്നാണ് പറഞ്ഞത്. ആരാണ് ഈ ദൈവതുല്യർ? ഇത് വിളിച്ചു കൊണ്ടുവരേണ്ടതാണ്. ഇതാണ് എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് പറയാം. ഈ കേരളത്തിൽ സമാനതകളില്ലാത്ത മറ്റൊരു പ്രശ്നമാണ് ഒരു MLA-ക്കെതിരെ ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന ഈ ആരോപണത്തിനേക്കാൾ ഉപരിയായി ഇപ്പോൾ FIR-ലെ കണ്ടെത്തലുകൾ പുറത്തു വരുന്നുണ്ട്. വളരെ ക്രൂരമായ പീഡനമാണ് നടന്നതെന്നാണ് ഈ FIR-ൽ ചൂണ്ടിക്കാണിച്ചത്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് നിയമത്തിൻ്റെതായ വ്യവസ്ഥയുണ്ട്. നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. നിയമപരമായിട്ടുള്ള നടപടി, രാജ്യത്ത് നിയമം നടപ്പിലുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോട്ടെ. ഈ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത്. അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും കടുത്ത നടപടിയാണ്. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. നിയമസഭ നടന്നപ്പോൾ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ആരോപണം വന്ന ഒരാൾക്ക് എതിരെ എടുക്കാവുന്നതിൻ്റെ പരമാവധി കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത്. സമാനമായ ആരോപണം മറ്റു പാർട്ടികളിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനതിൻ്റെ വിശദാംശങ്ങൾ കാണണ്ട. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെ പാർട്ടി അതേ രാഹുലാണ് പാലക്കാട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടക്കുന്നത്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ടും. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നം തന്നെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്ന മാറി പറയാൻ പറ്റില്ല. അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അത് പശ്ചാത്തലത്തിലെ കാര്യം അവർ നിയമത്തിൻ്റെ വഴി. അക്കാര്യത്തിൽ പ്രാദേശിക പാർട്ടി നേതൃത്വമാണ് ചെയ്യേണ്ടത്. പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്ക് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പങ്കെടുക്കരുത്.